ത്തിന് പോകുന്നവർക്ക് ശ്രീകൃഷ്ണന്റെ പ്രതീകമായ, ശ്രീകൃഷ്ണന്റെ ബുദ്ധി വൈഭവത്തിന്റെ പ്രതീകമായ മഞ്ഞവസ്ത്രവും ശ്രീബുദ്ധന്റെ ത്യാഗത്തിന്റെ പ്രതീകമായ മഞ്ഞവസ്ത്രവും നമുക്ക് സ്വീകരിക്കാമല്ലേ? എന്ത് വ്യക്തമായിട്ടാ പറഞ്ഞ? ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇനിയൊരു ചോദ്യവും സംശയവും നിലനിൽക്കാത്ത വിധത്തിലായിരുന്നു ഗുരുദേവന്റേത്. എന്ത് രസാണ്! ഒരു ജഗന്നാഥ ക്ഷേത്രം പോലൊരു ക്ഷേത്രം ഈ തലശ്ശേരിയിൽ ആവശ്യമില്ല. ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം ഇല്ലാതെയാവും എന്ന് പറഞ്ഞവരുടെ അടുത്ത് ഗുരുദേവൻ വാദിക്കാനും ജയിക്കാനും നിന്നില്ല. മറിച്ചു പറഞ്ഞു, ക്ഷേത്രം ആവശ്യമാണ്, ക്ഷേത്രം ക്ഷേത്രത്തെ ഉണ്ടാക്കിക്കൊള്ളും. ഗുരുദേവന്റെ വരി നോക്കാം, ക്ഷേത്രം ക്ഷേത്രത്തെ ഉണ്ടാക്കിക്കൊള്ളും. ഈ വരി എവിടെന്നാ വന്നത്? ഭഗവത്ഗീതയിൽ ഒരു വരിയുണ്ട്, ഇദം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. ഈ ശരീരത്തിനെയാണ് അല്ലയോ അർജുന ക്ഷേത്രം എന്ന് പറയുന്നത്. ഈ ക്ഷേത്രം ആ ക്ഷേത്രത്തെ ഉണ്ടാക്കിക്കൊള്ളും. എന്നിട്ട് ഗുരുദേവൻ നിർദ്ദേശിച്ചു ഒരു ഭണ്ഡാരം ഇവിടെ വെക്കാം, അതില് ക്ഷേത്രം വേണമെന്നുള്ളവര് സംഭാവന ഇടട്ടെ. ആദ്യത്തെ ദിവസം 24 മണിക്കൂറില് 1700 പരം രൂപയാണ് കളക്ട് ചെയ്തത്. ഒരു ചാക്ക് അരിക്ക് കഷ്ടിച്ച് 4 രൂപ ഉണ്ടായിരുന്ന കാലത്താണ് ഇത്രയും രൂപ 24 മണിക്കൂറിൽ കളക്ട് ചെയ്ത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വന്നത്. അപ്പൊ അവിടെ ഒന്നും ഞാൻ ഒരു ദിവസം, ഇന്ന് ദൈവദശകാണ് വിഷയം, ദൈവദശകം അല്ലാതെ ഈ ഗുരുദേവനെ കുറിച്ച് പഠിക്കാൻ ഇന്നലെ ഞാൻ ഗുരുദർശന വേദിയിൽ പോയപ്പോ അവര് വന്ന് പറഞ്ഞു, സാറേ ശ്രീനാരായണ ഗുരു സപ്താഹം നടത്തണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, സപ്താഹം നടത്തണമെന്ന് ആഗ്രഹമുണ്ട്, അതെങ്ങനെയാ നടത്താം? ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഗുരുദേവനെ 5 ആയിട്ട് അങ്ങോട്ട് തിരിക്കണം. ഗുരുദേവനെ 5 ആയിട്ട് തിരിക്കാം. ഗുരുദേവന്റെ ബാല്യകാലം, ഗുരുദേവൻ എങ്ങനെയാണ് അന്ധവിശ്വാസത്തിനും ദുരാചാരത്തിനും എതിരെ പെരുമാറി ഹിന്ദു ധർമ്മത്തെ ധന്യമാക്കാൻ ശ്രമിച്ചത്, പിന്നെ ഗുരുദേവന്റെ ജീവിതാനുഭവങ്ങള്, ഗുരുദേവന്റെ വീക്ഷണം, ഗുരുദേവൻ പറഞ്ഞ കാര്യങ്ങള്, ഗുരുദേവൻ എഴുതിയത്, ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങള്, ഇങ്ങനെ 5 ആയിട്ട് തിരിച്ചാൽ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച 27ഓളം ക്ഷേത്രങ്ങള്, അതിന്റെ പുറകിൽ ഗുരുദേവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം, ഗുരുദേവൻ എഴുതിയ 61ഓളം കൃതികള്, 3 വരികൾ മാത്രമുള്ള ധർമ്മം എന്ന കൃതി, ഒരു പാരഗ്രാഫ് മാത്രമുള്ള ആശ്രമം എന്ന കൃതി, അങ്ങനെ 61 കൃതികള്, പിന്നെ ഗുരുദേവൻ പറഞ്ഞ വാക്കുകള്, ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഇല്ലാതെയാക്കാൻ ഗുരുദേവൻ ചെയ്ത കാര്യങ്ങള്, ഇതായിരിക്കണം 7 ദിവസവും ശ്രീനാരായണ ഗുരുദേവന്റെ സപ്താഹം നടത്തുകയാണെങ്കിൽ പറയേണ്ടത്. ഗുരുദേവൻ ദൈവമാണെന്ന് പറയല്ലേ, അവതാരമാണെന്ന് പറയണം. ഇന്നലെ പെരുമ്പളത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാ, പെരുമ്പളത്തും ശ്രീനാരായണ ധർമ്മ സഭയുടെ വർക്ക്ഷോപ്പായിരുന്നു, ഒരു നല്ല പഠനം. ദൈവം എന്ന് പറഞ്ഞാൽ രൂപവും ഭാവവും ഇല്ല, രൂപവും ഭാവവും ഇല്ലാത്തതിനെയാണ് നമ്മള് ദൈവം എന്ന് പറയാം. പക്ഷെ അവതാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പാരഗ്രാഫിൽ പറയാം. നിങ്ങൾ 30 മുക്കോടി ദേവന്മാരെന്ന് കേട്ടിട്ടുണ്ടല്ലോ ഇല്ലേ? അപ്പൊ 30 മുക്കോടി ദേവന്മാര്, 30 മുക്കോടി മാനവന്മാര്, 30 മുക്കോടി ദാനവന്മാര്, അങ്ങനെ 3 എണ്ണാണ്. 33% ഡിവൈൻ ക്വാളിറ്റി, ഈശ്വരീയമായ ഗുണങ്ങള്, 33% ഹ്യൂമൻ ക്വാളിറ്റി, മാനുഷികമായ സ്വഭാവങ്ങള്, 33% ഡിമോണിക് ക്വാളിറ്റി, ആസുരീക സ്വഭാവം, 33% ഈശ്വരീയ സ്വഭാവം നമ്മളിലുണ്ട്, 33% മാനുഷിക ദൗർബല്യങ്ങൾ നമ്മളിലുണ്ട്, 33% ആസുരീക സ്വഭാവവും നമ്മളിലുണ്ട്. അപ്പോ 1/3 + 1/3 + 1/3 ഏതാണ്ട് 100ന്റെ അടുത്തായി. മനസ്സിലാവുന്നുണ്ട് പറഞ്ഞത്? അപ്പോ 33 കോടി എന്ന വാക്കിന്റെ അർത്ഥം കോർണർ, പെർസെന്റേജ്, പാർട്ട്, ഷെയർ. കോടി എന്ന സംസ്കൃത വാക്കിനർത്ഥം കോർണർ, പാർട്ട്, ഷെയർ, പെർസെന്റേജ്, ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പൊ 33% ഈശ്വരീയ ഗുണങ്ങളാണ് മനുഷ്യനിലുള്ളത്.
33% ആസുരീക ദോഷങ്ങളാണ് മനുഷ്യനിലുള്ളത്. 33% മാനുഷിക ദൗർബല്യങ്ങളാണ് മനുഷ്യനിലുള്ളത്. മനസ്സിലാവുന്നുണ്ട്? ഇനി ഒരു മനുഷ്യൻ അയാളിലുള്ള ആസുരീക സ്വഭാവത്തെ കുറേശ്ശെ അങ്ങോട്ട് ഇല്ലാതെയാക്കി എന്ന് വിചാരിക്കുക. 33% ആസുരീക സ്വഭാവമുള്ള മനുഷ്യൻ അയാളിലെ ആസുരീക സ്വഭാവത്തെ 30% ആക്കി, 25% ആക്കി, 20% ആക്കി, 15% ആക്കി എന്ന് വിചാരിക്കാം. അതേപോലെ മാനുഷിക ദൗർബല്യങ്ങള്, സ്വാർത്ഥത, അഹങ്കാരം, ദുരഭിമാനം, വാശി, പക, വിദ്വേഷം, ഇങ്ങനെയുള്ള മാനുഷിക ദൗർബല്യങ്ങളും 33% നിന്ന് കുറച്ചു എന്ന് വിചാരിക്കാം. 30 ആക്കി കുറച്ചു, 25 ആക്കി കുറച്ചു, 20 ആക്കി കുറച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ ഒരു മനുഷ്യനില് 1/3 ഭാഗം 33% ഈശ്വരീയാംശം, 33% മാനുഷികാംശം, 33% ആസുരീകാംശമുണ്ട്. അതിൽ ആസുരീകമായിട്ടുള്ളത് കുറച്ചു, മാനുഷിക ദൗർബല്യങ്ങൾ കുറച്ചാൽ ഓട്ടോമാറ്റിക്കലി ഈശ്വരീയ സ്വഭാവം എങ്ങനെയുണ്ടാവും? മറ്റേ 33 കുറച്ചപ്പോ ഈശ്വരീയമായിട്ടുള്ളത് അങ്ങ് 40 ആവും, 50 ആവും, 60 ആവും, 70 ആവും, 80 ആവും, 90 ആവും, 95 വരെ. അവരെയാണ് അവതാരങ്ങൾ എന്ന് പറയാം. അവര് ദൈവമല്ല, അവര് അവതാരങ്ങളാ. അവതാരം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അവ എന്ന വാക്കിന്റെ അർത്ഥം താഴ്ത്തേക്ക്. അവ എന്ന വാക്കിന്റെ അർത്ഥം താഴ്ത്തേക്ക്, അവഗണന, അവജ്ഞ, അവമതി. അവ എന്ന വാക്കിന്റെ അർത്ഥം ഡീഗ്രേഡിങ് അല്ലെങ്കിൽ കമ്മിങ് ഡൗൺ. താരം എന്ന വാക്കിന്റെ അർത്ഥം ജ്യോതിസ്വരൂപം. അപ്പൊ അവതാരം എന്ന് പറഞ്ഞാല് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ജ്യോതിസ്വരൂപം. അതാണ് ശ്രീകൃഷ്ണൻ, അതാണ് ശ്രീരാമൻ. അപ്പൊ ശ്രീകൃഷ്ണനും ശ്രീരാമനും ദൈവമാണോ എന്ന് ചോദിച്ചാൽ സാധാരണക്കാരുടെ ഭാഷയില് അവർ ദൈവമാണ്. പക്ഷേ ആത്മീയമായിട്ട് വേർതിരിച്ചറിവ് വന്നു തുടങ്ങിയ അവരുടെ മനസ്സില് ശ്രീകൃഷ്ണൻ ദൈവമല്ല, അവതാരമാണ്. ശ്രീരാമൻ ദൈവമല്ല, അവതാരമാണ്. ശ്രീനാരായണ ഗുരുദേവനും അവതാരമാണ്. മനസ്സിനകത്ത് നന്മകൾ മാത്രം നിറച്ച ആ ശ്രീനാരായണ ഗുരുദേവൻ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നൽകിയ ധാരാളം കാര്യങ്ങളുണ്ട്. ഇത്രയും ശ്രദ്ധയോടുകൂടി ഇരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒരു മരം, വലിയൊരു മരത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കുകയാണെന്ന് വിചാരിക്കാം. ഒരു വൃക്ഷത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഒരുമിച്ച് പഠിക്കല്ലേ. ഒരുമിച്ച് പഠിക്കുന്നതിന് പകരം ആ വൃക്ഷത്തിന്റെ ഇലകളെ കുറിച്ച് ആദ്യം പഠിക്കാം, എന്നിട്ട് ആ വൃക്ഷത്തിന്റെ ചെറിയ ശിഖരങ്ങളെ കുറിച്ച് പഠിക്കാം, എന്നിട്ട് ആ വൃക്ഷത്തിന്റെ തടി, ട്രങ്ക്, അതിനെക്കുറിച്ച് പഠിക്കാം, എന്നിട്ട് ആ വൃക്ഷത്തിന്റെ തൊലിയെ കുറിച്ച് പഠിക്കാം, എന്നിട്ട് ആ വൃക്ഷത്തിന്റെ നാരായ വേരിനെ കുറിച്ച് പഠിക്കാം, എന്നിട്ട് ആ വൃക്ഷത്തിന്റെ വേര്, അതിന്റെ ശിഖരങ്ങളെ കുറിച്ച്, ചെറിയ ചെറിയ വേരുകളെ കുറിച്ച് പഠിക്കാം, എന്നിട്ട് ആ വൃക്ഷത്തിന്റെ പൂവിനെ കുറിച്ച് പഠിക്കാം, കായയെ കുറിച്ച് പഠിക്കാം, വിത്തിനെ കുറിച്ച് പഠിക്കാം. അപ്പോ തിരിച്ചിട്ടാൽ വിത്തിനെ കുറിച്ച്, കായയെ കുറിച്ച്, പഴത്തെക്കുറിച്ച്, ഇലയെക്കുറിച്ച്, കമ്പുകളെ കുറിച്ച്, വലിയ ശിഖരത്തെക്കുറിച്ച്, തടിയെക്കുറിച്ച്, വേരിനെ കുറിച്ച്, ചെറിയ വേരുകളെ കുറിച്ച് ഇങ്ങനെ പഠിച്ച് ഒരുമിച്ച് ചേർക്കാം. അപ്പൊ വൃക്ഷത്തെക്കുറിച്ചുള്ള പഠനമായി. ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പഠിക്കുമ്പോഴും ഗോപാലകൃഷ്ണന് തൊഴുകയോടെ അഭ്യർത്ഥിക്കാനുള്ളത്, ഗുരുദേവന്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കാം, ജീവിതത്തെക്കുറിച്ച് പഠിക്കാം. അത് പഠിക്കണം നിങ്ങൾ. അത് പഠിക്കാൻ ഇത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത്രയും വ്യക്തികൾ ഇവിടെ ഉണ്ട്. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ, പ്രത്യേകിച്ച് പാലക്കാട് ജില്ലാ SNDP ശാഖയിലെ പ്രസിഡന്റിനോടും സെക്രട്ടറിയോടും അഭ്യർത്ഥിക്കുന്നു, കുന്നത്ത് നാട് SNDP യൂണിയൻകാര് 50,000 കോപ്പി ശ്രീനാരായണ വൈഖരി എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇത്രയും ഉജ്ജ്വലമായ ഒരു പുസ്തകം ശ്രീനാരായണ വൈഖരി, വലിയ പുസ്തകമാണ്. 50 രൂപയേ ഉള്ളൂ. വലിയ പുസ്തകമാണ്. ഒരിക്കലെങ്കിലും നിങ്ങളത് വായിക്കണം. ഇത് വായിച്ചവരുണ്ടാവുമായിരിക്കാം ഇവിടെ. ഒരിക്കൽ അത് നിങ്ങൾ വായിച്ചാൽ ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ
ശ്രീനാരായണ ഗുരുദേവൻ എങ്ങനെയാണോ ഉള്ളത് അതിൽ നിന്ന് തികച്ചും ഭിന്നമായ ഒരു രൂപഭാവം നിങ്ങൾക്ക് ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് കിട്ടും. ഇന്ന് നിങ്ങൾക്ക് തോന്നുന്ന ബഹുമാനമൊന്നും ആയിരിക്കില്ല, അപ്പ തോന്നുന്ന ഭക്തിയും ആദരവും. ആ ശ്രീനാരായണ വൈഖരി എന്ന പുസ്തകം വായിച്ചു നോക്കാം. അതേപോലെ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ശിവഗിരി തീർത്ഥാടനത്തിന് പോകുന്നവരുണ്ടാവും, അവിടെ ചെല്ലുമ്പോൾ ശ്രീനാരായണ ഗുരുദേവന്റെ സമ്പൂർണ്ണ കൃതികൾ എന്നൊരു പുസ്തകമുണ്ട്. ചെറിയ പുസ്തകമാണ്, 61 കൃതികളും അതിനകത്തുണ്ട്. അത് നിങ്ങൾക്ക് മുഴുവനും വായിച്ചു തീർക്കാൻ പരമാവധി 120 മിനിറ്റ് മതി. 120 മിനിറ്റ് വളരെ ലിഷർലി ചായ കുടിച്ചുകൊണ്ട് വായിക്കുകയാണെങ്കിൽ അതൊന്ന് വായിക്കണം നമ്മള്. അപ്പൊ ഗുരുദേവൻ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങള് നാരായണ വൈഖരി എന്ന പുസ്തകത്തിലുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയ കാര്യങ്ങള് ഗുരുദേവന്റെ സമ്പൂർണ്ണ കൃതികളിലുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ 27 ശിഷ്യന്മാരെ കൊണ്ട് സ്ഥാപിച്ച 14 ക്ഷേത്രങ്ങള്. അതിനെക്കുറിച്ചൊന്ന് പഠിക്കണം. ഗുരുദേവൻ അന്ന് തന്ത്രസമുച്ചയ പ്രകാരം, പൂർണ്ണ വൈദിക ആചാരപ്രകാരം മന്ത്രങ്ങളും തന്ത്രങ്ങളും എഴുതി വേദമന്ത്രങ്ങൾ ഉപയോഗിച്ച് എത്ര ഭംഗിയായിട്ട് ആ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചത്. അതിന് നമ്മൾ ചെറിയ വാക്കുകളിൽ കയറി പിടിച്ചാണ് ചർച്ച ചെയ്യാറുള്ളത്. അരുവിപ്പുറത്ത് സ്ഥാപിച്ച ആ ശിവവിഗ്രഹത്തെ കുറിച്ച് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു, നമ്പൂതിരിമാരോട് ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത്. നമ്മൾ കയറി പിടിച്ചിരിക്കുന്നത് ഈഴവ ശിവനെയാ. അങ്ങനെ അല്ല ഗുരുദേവൻ പറഞ്ഞത്. 2 നമ്പൂതിരിമാര് വന്ന് ഗുരുദേവനോട് ചോദിച്ച ചോദ്യം വളരെ ലളിതമായിരുന്നു. അങ്ങക്ക് വിഗ്രഹ പ്രതിഷ്ഠ നടത്താനുള്ള അധികാരം ലഭിച്ചിട്ടുണ്ടോ? ഇതാണ് ചോദ്യം. ഈ ചോദ്യം വാശിയും പകയും വിദ്വേഷവും വെച്ചുകൊണ്ടായിരുന്നില്ല, വെറുതെ ചോദിച്ചു മാത്രമേ ഉള്ളൂ. ക്ഷേത്ര പ്രതിഷ്ഠ മറ്റുള്ളവർ നടത്താറില്ല. അക്കാലത്ത് അവര് ഈ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വന്നവരൊന്നുമല്ല. തോറ്റിട്ടില്ല, ജയിച്ച ചരിത്രം കേട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വന്നവരൊന്നുമല്ല. അവര് വെറുതെ ചോദിച്ചതാ, അധികാരം ലഭിച്ചിട്ടുണ്ടോ? ഗുരുദേവൻ മറുപടി പറഞ്ഞത് വളരെ ലളിതമായിട്ട്, നമ്മുടെ ശിവനെയാണ് നമ്മൾ പ്രതിഷ്ഠിക്കുന്നത്, ഈഴവ ശിവനെ എന്ന് പറഞ്ഞിട്ടില്ല. അതിനെ ഈഴവ ശിവനാക്കി മാറ്റി. അങ്ങനെ ഒരു ശിവനില്ല. ശിവൻ എവിടെയാ? വിപ്രദോർഭിക്കുടാരം മൃഗമഭയവരോ സുപ്രസന്നോ മഹേശ സർവാലങ്കാര ദീപ്ത സരസിജനിലയോ വ്യാഘ്രചർമാത്തവാസ ധ്യേയോ മുക്തപരാഗ മൃദനസകിലത ത്രിപ്രഭാ പഞ്ചവക്ത്ര ത്രക്ഷകോടീരകോടി നഗടിത തുഹിനരോ ചിഷ്കലാത്തുങ്ക മൗലി. ശിവന്റെ ധ്യാനമന്ത്ര. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ശിവൻ എവിടെയാ? നായരി ശിവൻ എവിടെയാ? ഈഴവൻ ശിവൻ എവിടെയാ? നമ്പൂതിരി ശിവൻ. അതിൽ കയറി പിടിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വേറൊരാളെന്നോട് പറഞ്ഞു, സാറേ 27 ക്ഷേത്ര അല്ല നാരായണ ഗുരുദേവൻ സ്ഥാപിച്ചത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എത്ര സ്ഥാപിച്ചിട്ടുണ്ട്? 35. ആയിക്കോട്ടെ, 35 ശിവനെ സ്ഥാപിച്ചിട്ടുണ്ട്, കുഴപ്പമുണ്ടോ? അല്ല സാർ 51 എന്ന് പറയുന്നു. 51 ആയിക്കോട്ടെ, നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ? മലയാള മനോരമ എഴുതിയല്ലോ സാറേ 101 ക്ഷേത്രം സ്ഥാപിച്ചിട്ടുണ്ടെന്ന്. ആയിക്കോട്ടെ, 101 ആയിക്കോട്ടെ. നമ്മൾ ഈ നമ്പറിൽ കയറി പിടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നമ്പറിൽ കയറി പിടിക്കരുത്. അതൊന്നും ഗുരുദേവൻ എടുത്ത് പറഞ്ഞിരിക്കുന്നതാണ്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും. അതേപോലെ ഒന്ന് നോക്കാം. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാവണമെന്നല്ല, എന്ന ഉള്ളിലാവണം. ഇന്നലത്തെ പ്രാർത്ഥന അതായിരുന്നു. ഞാൻ ചോദിച്ചു, എന്ന ഉള്ളിലാവണം, എന്നുള്ളിലാവണം. സാറേ അത് ഭയങ്കര തർക്കത്തിൽ കിടക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചൊല്ലു. എന്ന ഉള്ളിലാവണം എന്നുണ്ടെങ്കിൽ അങ്ങനെ, എന്നുള്ളിലാവണം എന്നുണ്ടെങ്കിൽ അങ്ങനെ. ഇതിൽ എന്തെന്നാ തർക്കമുള്ളേ? അപ്പോ എന്നും എനിക്ക് പറയാനുള്ളത്, ഗുരുദേവൻ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന പന്താവ് ക്രിസ്റ്റൽ ക്ലിയറാ. സംഘടന എന്തിനാണ്? സംഘടന കൊണ്ട് ശക്തരാകാൻ. വിദ്യാഭ്യാസം എന്തിനാണ്? വിദ്യാഭ്യാസം കൊണ്ട് പ്രബുദ്ധരാകാൻ. അപ്പോ ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാന്നിബോധത. കഠോപനിഷത്തിലെ വരിയാണ്. ഹിന്ദുക്കളായ സ്ഥിതിക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഉത്തിഷ്ഠത, ഗ്ലോറിയസ്ലി സ്റ്റാൻഡപ്പ്. ജാഗ്രത,
ബി അവയർ ദാറ്റ് യു ആർ നോട്ട് പെർമനന്റ് ഹിയർ ഇൻ ദിസ് വേൾഡ്. ഉത്തിഷ്ഠത, ചൈതന്യവത്തായിട്ട് എഴുന്നേറ്റ് നിൽക്കുക. ജാഗ്രത, ഈ ഭൂമിയിൽ ശാശ്വതരല്ലെന്ന ബോധമുണ്ടാവുക. പ്രാപ്യവരാന്നിബോധത, അറിവുള്ളവരിൽ നിന്ന് അറിവ് നേടി പ്രബുദ്ധരാവുക. അപ്പൊ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക. ഇത്ര ഗംഭീരായിട്ടുള്ള സന്ദേശം. അതേപോലെ തന്നെ വാണിജ്യ വ്യവസായങ്ങൾ കൊണ്ട് സമ്പന്നരാവുക. ഇതിനെല്ലാത്തിനും അർത്ഥമുണ്ട്. ഇതിനെല്ലാത്തിനും അർത്ഥമുണ്ട്. ഈ അർത്ഥവും സന്ദേശവും ഉൾക്കൊണ്ട് എങ്ങനെയാണോ ഒരു വലിയ വൃക്ഷത്തിന്റെ വിത്ത്, കായ, പഴം, ഇല, കൊമ്പ്, തടി, വേര്, റൂട്ട് ഹെയേഴ്സ്, നാരായ വേര്, ഇങ്ങനെ വേറെ 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 പഠിച്ച് അതെല്ലാം ഒരുമിച്ചാക്കിയിട്ട് ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ഗുരുദേവൻ ആരാണെന്ന് അറിയുന്നത്. ഞാൻ ആലുവ അദ്വൈതാശ്രമത്തിലേക്ക് പോയപ്പോ കേറി ചെന്നതും ഒരു സ്വാമി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഗോപാലകൃഷ്ണൻ സാറേ, നമുക്ക് അദ്വൈതത്തെ കുറിച്ച് സംസാരിക്കാം. ഞാൻ പറഞ്ഞു, ഞാൻ വളരെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പഞ്ചസാര വളരെ നല്ലതാണ്, അത് ചായക്ക്, അത് സാമ്പാറിന് കൊണ്ടുപോയിട്ടിടല്ലേ. ഉപ്പ് വളരെ നല്ലതാണ്, അത് സാമ്പാറിന് കൊണ്ടുപോയിട്ട് ചായക്ക് അത് ഇടല്ലേ. അതിന് ഞാൻ വഴിയെ കൂടെ പോകുന്നവൻ ഒരു 5 മിനിറ്റ് ഇവിടെ കയറിയപ്പോ കയറിയ ഉടനെ തന്നെ അദ്വൈതം സംസാരിക്കാൻ. എന്താ ഈ അദ്വൈതത്തിൽ ഇത്ര സംസാരിക്കാനുള്ളത്? അതിന് സംസാരിച്ചിട്ട് എന്താ നേടാനുള്ളത്? അല്ല, നമുക്കൊന്ന് വാദിക്കണം. ഞാൻ നിങ്ങളോട് പറയുന്നു, അദ്വൈതവും ദ്വൈതവും എല്ലാം, അദ്വൈതവും ദ്വൈതവുമെല്ലാം, ഒന്നുകൂടി പറയുന്നു, അദ്വൈതവും ദ്വൈതവുമെല്ലാം മൈൻഡ്, തോട്ട്സ്, ആക്ഷൻ, റിസൾട്ട്, റിവാർഡ്. മനസ്സ്, ചിന്തകള്, കർമ്മം, കർമ്മബലം, കർമ്മത്തിന്റെ പ്രതിഫലം. മനസ്സ്, ചിന്തകള്, കർമ്മം, കർമ്മബലം, കർമ്മത്തിന്റെ പ്രതിഫലം. ഈ 5 എണ്ണത്തിനെ സസ്റ്റൈനബിൾ ആൻഡ് പെർമനന്റ് നന്മയിലേക്ക് ഉയർത്താനുള്ളതാണ്. ഞാൻ ഈ അദ്വൈതവും ദ്വൈതവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഒരു ക്രിസ്ത്യാനിക്ക് ഒരു പുസ്തകമേ ഉള്ളൂ. ഒരു ക്രിസ്ത്യാനിക്ക് ഒരു പുസ്തകമേ ഉള്ളൂ. LKG പഠിച്ച ക്രിസ്ത്യാനിയാണെങ്കിലും, 4ാം ക്ലാസ് പഠിച്ച ക്രിസ്ത്യാനിയാണെങ്കിലും, 10ാം ക്ലാസ് പഠിച്ച ക്രിസ്ത്യാനിയാണെങ്കിലും, BAയോ PhDയോ IASോ പഠിച്ച ക്രിസ്ത്യാനിയാണെങ്കിലും എല്ലാവർക്കും ഒരു പുസ്തകമേ ഉള്ളൂ. മുസ്ലിമിനും അത് തന്നെയാ. ഈ എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഇല്ലാത്തവനും ഒരു പുസ്തകമേ ഉള്ളൂ. ഈ ക്രിസ്ത്യാനിയുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി വർദ്ധിക്കുന്നതിനനുസരിച്ച്, വിസ്ഡം, ബുദ്ധി വൈഭവം വളരുന്നതിനനുസരിച്ച് ഉയർന്ന തലത്തിലുള്ള പുസ്തകം അവർക്കില്ല. ഒറ്റ തലത്തിലുള്ള പുസ്തകം. അതും 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിലെ മരുഭൂമിയിൽ ജീവിച്ചിരുന്ന പ്രാകൃതരായ ജനതയ്ക്ക് വേണ്ടി കൊടുത്ത സന്ദേശമാണ് ഈ ബൈബിൾ എന്നുള്ളത്. അതുകൊണ്ട് കുറവുണ്ടെന്നല്ല പറഞ്ഞത്. ആ അറേബ്യയിലെ മരുഭൂമികളില് ജീവിച്ചിരുന്ന വ്യക്തികളെ ഈ ചത്തതും ചീഞ്ഞതുമായിട്ട് തിന്നുന്നവരെ 30 വർഷം കൊണ്ട് എനിക്ക് മാറ്റാൻ സാധിച്ചു എന്ന് പ്രവാചകൻ പറഞ്ഞത് ഈ ഖുർആൻ ഉപയോഗിച്ച. അങ്ങനെയുള്ളവർക്ക് വേണ്ടി എഴുതിയതാണത്. അവർക്ക് ഹയ്യർ ലെവലിലേക്ക് പോകുമ്പോൾ വേറെ പുസ്തകമില്ല, ഒരു പുസ്തകമേ ഉള്ളൂ. നമ്മളുടെ കാര്യം നോക്കാം. സാധാരണക്കാരിൽ സാധാരണക്കാരായവർക്ക് കഥകളിലൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും. നമ്മൾ അടുത്ത ലെവലിലേക്ക് ഉയർന്നാൽ, കഥകൾ കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് നമ്മൾ ഉയർന്നാൽ, കഥകളും പാണ്ഡവരുടെയും കൗരവരുടെയും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നവരുടെയും ജീവിതാനുഭവങ്ങൾ ചേർന്ന മഹാഭാരതം 1,25,000 ശ്ലോകങ്ങള്. അപ്പൊ ആദ്യം കഥകളുടെ ലെവല്, രണ്ടാമത്തേത് കഥകളും അനുഭവങ്ങളും ചേർന്ന ലെവല്, മൂന്നാമത്തേത് കഥകളില്ല. ശ്രീരാമനുമായി ബന്ധപ്പെട്ട 20 വ്യക്തികളുടെയും ജീവിതാനുഭവങ്ങൾ മാത്രം ചേർന്ന രാമായണം എന്ന 24,000 ശ്ലോകമുള്ള മൂന്നാമത്തെ ലെവല്. അതിൽ നിന്ന് മുകളിലേക്ക് പോയാൽ കഥകളും ഇല്ല, അനുഭവങ്ങളും ഇല്ല, ഉപദേശങ്ങൾ മാത്രമല്ല വേദത്തിന്റെ ലെവല്. അവിടെ നിന്ന് നിങ്ങൾ മുകളിലേക്ക് പോയാൽ
ഏറ്റവും ഉയരത്തിലെത്തിയാൽ കഥകളില്ല, അനുഭവങ്ങളില്ല, ഉപദേശങ്ങളില്ല, ജീവിത സത്യങ്ങൾ മാത്രം പറയുന്ന ഉപനിഷത്തിന്റെ ലെവല്. ഇതാണ് ഭാരതം. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങള്, ആയിരക്കണക്കിന് ആചാര്യന്മാര്, ആയിരക്കണക്കിന് വിഷയങ്ങളില് കഴിഞ്ഞ ആയിരക്കണക്കിന് വർഷമായിട്ട് എഴുതിയതാണ് ഭാരതീയ പൈതൃകം. മാനവരാശിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അറിവുകളും കൊടുക്കാൻ സാധ്യമല്ല. ഒരു ആചാര്യൻ വിചാരിച്ചാലും മാനവരാശിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അറിവും കൊടുക്കാൻ സാധ്യമല്ല. ഇടയ്ക്കൊരു വരി, ദൈവദശകമാണ് ഇന്നത്തെ വിഷയം എന്ന് എനിക്കറിയാം, മറന്നൊന്നും പോയിട്ടില്ല കേട്ടോ. ഒരു ഗ്രന്ഥം മാത്രം ഒരു ആചാര്യൻ വിചാരിച്ചാൽ എല്ലാ അറിവും കൊടുക്കാൻ സാധ്യമല്ല. ഒരു കാലഘട്ടത്തിൽ എഴുതിയ പുസ്തകം എല്ലാ കാലഘട്ടത്തിലേക്കും ഒരേപോലെ ബാധകമാക്കാൻ സാധ്യമല്ല. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പൊ ഋഗ്വേദം എന്നൊരു ഗ്രന്ഥം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഋഗ്വേദം ഒരു ഗ്രന്ഥമല്ല, 25 ശാഖയാണ് ഋഗ്വേദത്തിനുള്ളത്. 25 റിസെൻഷൻ എന്നായാലും ഇംഗ്ലീഷിൽ പറയാം. 25 ശാഖയാണ് ഋഗ്വേദത്തിനുള്ളത്. 108 ശാഖയാണ് യജുർവേദത്തിനുള്ളത്. 1001 ശാഖയാണ് സാമവേദത്തിനുള്ളത്. 52 ശാഖയാണ് അഥർവവേദത്തിനുള്ളത്. കേരളത്തിലെ രാമായണം 257 രാമായണം ഉണ്ട് കേരളത്തില്. 430 രാമായണം ഉണ്ട് ആന്ധ്രാപ്രദേശില്. 370ഓളം രാമായണം ഉണ്ട് തമിഴ്നാട്ടില്. ഒരു രാമായണം അല്ല. എന്താ കാരണം? ഒരു ഗ്രന്ഥത്തില് അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്തിയിട്ട് അടുത്ത ഗ്രന്ഥങ്ങൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. 1950 ഭാരതത്തിന്റെ ഭരണഘടന അംഗീകരിച്ചതിന് ശേഷം ആ ഭരണഘടനയിൽ എത്രയാ മാറ്റം വരുത്തിയത്, എത്രയാ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കിയത്, എത്ര നിയമങ്ങളാ മാറ്റിയത്, എന്തിനാ മാറ്റിയത്? 1950 കാലഘട്ടവും 2014 എന്ന കാലഘട്ടവും ഒന്നല്ല. കാലം മാറുന്നതിനനുസരിച്ച്, വ്യക്തികളുടെ താല്പര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് വ്യക്തികൾക്ക് വൈവിധ്യമാർന്ന അറിവാണ് ആവശ്യം. എന്റെ മകളുടെ കല്യാണത്തിന് ഞാൻ നിങ്ങളെ വിളിച്ചു എന്ന് വിചാരിക്കുക. നിങ്ങൾ വന്നു, ഞാൻ ഒരു ഇലയിൽ നിറച്ച് ചോറും സാമ്പാറും മാത്രം വിളമ്പിയിട്ട് ഇഷ്ടമാതിരി കഴിച്ചോളാൻ പറഞ്ഞു എന്ന് വിചാരിക്കാം. നിങ്ങൾ എന്താ പറയാ? ഈ പരമദരിദ്രവാസി ചോറും സാമ്പാറും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ലേ? അപ്പൊ വയറ് നിറയ്ക്കാൻ അത് പോരെ, അതുകൊണ്ട് അത് മാത്രം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? ഒരു സദ്യക്ക് പല ഐറ്റങ്ങൾ വേണ്ടേ? ഒരു ഐറ്റം മതിയോ? നിങ്ങളെല്ലാവരും ഇവിടെ എന്നെ പോലെ ഡ്രസ്സ് ഇട്ടാ വന്നേന്ന് വിചാരിക്കാം. നിങ്ങൾ കൊടുത്തിരിക്കുന്ന സാരി വ്യത്യാസമുണ്ട്, ഡ്രസ്സ് വ്യത്യാസമുണ്ട്, കഴുത്തിലിട്ടിരിക്കുന്ന മാല വ്യത്യാസമുണ്ട്, കാലിലിട്ടിരിക്കുന്ന ചെരുപ്പ് വ്യത്യാസമുണ്ട്, നിങ്ങൾ താമസിക്കുന്ന വീട് വ്യത്യാസമുണ്ട്, വീട്ടിലേക്ക് പോകുന്ന വഴി വ്യത്യാസമുണ്ട്, നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം വ്യത്യാസമുണ്ട്, ഭക്ഷണത്തോട് നിങ്ങൾക്കുള്ള ഇൻട്രസ്റ്റ് ഏതൊക്കെ തന്നെയാണെന്ന് വ്യത്യാസമുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിനിമയിൽ വ്യത്യാസമുണ്ട്, പാട്ടിൽ വ്യത്യാസമുണ്ട്, ചിത്രങ്ങളിൽ വ്യത്യാസമുണ്ട്. വൈവിധ്യമാണ് മനുഷ്യന്റെ പ്രത്യേകത. ആ വൈവിധ്യം ബൈബിളിൽ ഇല്ലാതെ വന്നതുകൊണ്ടാണ് ഞാൻ ബൈബിളിനെ കുറിച്ച് കുറ്റം പറയല്ല. ഞാൻ 1.5 വർഷം അമേരിക്കയിലുണ്ടായിരുന്നു, അത്ര തന്നെ കാലം കാനഡയിലുണ്ടായിരുന്നു, കുറെ കാലം ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു. അവരുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഉയരുന്നതിനനുസരിച്ച് ബൈബിളിൽ വ്യത്യാസമില്ല. അതുകൊണ്ട് അവരത് തിരസ്കരിച്ചു, അവർക്ക് സ്വീകരിക്കാൻ പറ്റണില്ല. അപ്പൊ വൈവിധ്യമാർന്ന അപ്രോച്ചാണ് ജീവിതത്തിന്റെ ഉജ്ജ്വലമായ പ്രയാണത്തിന് കാരണം. അപ്പൊ ഓർമ്മിക്കുക, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, വൈവിധ്യം വേണം. അതുകൊണ്ടാ ഭാരതത്തിൽ വേദങ്ങളുണ്ട്, ആചാരങ്ങൾ അനുഷ്ഠിക്കാനുള്ള ബ്രാഹ്മണ ഗ്രന്ഥങ്ങളുണ്ട്, തത്വശാസ്ത്രം പഠിക്കാനുള്ളവർക്ക് ഉപനിഷത്തുക്കളുണ്ട്, സംസ്കൃതം എങ്ങനെ ചൊല്ലണം, എങ്ങനെ സംസ്കൃതം പറയണം, ശിക്ഷാഗ്രന്ഥങ്ങൾ 18 ഉണ്ട്. സംസ്കൃതത്തിന്റെ ഗ്രാമർ മറ്റു ഭാഷകൾക്ക് യോജിച്ചത്, സംസ്കൃതത്തിലെ വ്യാകരണ ഗ്രന്ഥങ്ങള്, നിരുക്ത ഗ്രന്ഥങ്ങള്, ഡിക്ഷണറി ഉണ്ട്, ഛന്ദശാസ്ത്ര ഗ്രന്ഥങ്ങള്, പ്രോസോഡി ഗ്രന്ഥങ്ങളുണ്ട്, കൽപ്പശാസ്ത്രം, ആചാരാനുഷ്ഠാനങ്ങള്, ജ്യോതിഷം, അസ്ട്രോണമി, മാത്തമാറ്റിക്സ്, പ്രഡിക്ഷൻ പാർട്ടുള്ള ജ്യോതിഷമുണ്ട്, 6 ദർശനങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് അർത്ഥശാസ്ത്രം എന്ന എക്കണോമിക്സ് ഉണ്ട്. ഋഗ്വേദത്തിന്റെ ഉപവേദം അർത്ഥശാസ്ത്രം, യജുർവേദത്തിന്റെ ഉപവേദമായിട്ടുള്ള ധനുർവേദം, സയൻസ് ഓഫ് ആർച്ചറി ഉണ്ട്, സാമവേദത്തിന്റെ ഉപവേദമായിട്ടുള്ള ഗാന്ധർവവേദം,
സംഗീതവും നൃത്തവും വരുന്നു. അഥർവവേദത്തിന്റെ ഉപവേദമായ ആയുർവേദം, അതുപോലെ സ്ഥാപത്യവേദം. ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ള സമഗ്രമായ അറിവ് ഭാരതീയ പൈതൃകം ആരംഭിക്കുന്നത് BC 8275. BC 8275 മുതൽക്ക് AD 2014 വരെ ഒരു 10,000 വർഷത്തെ പാരമ്പര്യമുള്ള ആ നാടിന്റെ പൈതൃകത്തിന്റെ അവകാശികളാണ് ഇതിന്റെ അകത്തിരിക്കുന്ന പള്ളിയിലച്ഛന്മാർ ഉൾപ്പെടെയുള്ളവർക്ക്. 10,000 വർഷത്തെ. ഇവിടെ ആരും സൗദി അറേബ്യയിൽ നിന്ന് വന്നിട്ടില്ല, ഇവിടെ ആരും യെരുശലേമിൽ നിന്ന് വന്നിട്ടില്ല. ഇവിടത്തെ രക്തമാണ് ഇവിടെ ഉള്ളവർക്ക്. അത് പഠിക്കണം. എന്തിനു വേണ്ടി? ഇതിനകത്തേക്ക് കടക്കുന്നതിന് മുമ്പ് അതുകൂടി പറയാം. എന്തിന് പൈതൃകം പഠിക്കണം? ഒറ്റ പാരഗ്രാഫ്. കൈ രണ്ടും രണ്ട് വശത്തേക്ക് നീട്ടിയാൽ നമ്മുടെ മുമ്പിൽ ഒരു 180 ഡിഗ്രി ഉണ്ട്. 180 ഡിഗ്രി നമ്മുടെ മുമ്പിലുണ്ട്. ആ 180 ഡിഗ്രിയില് കഴിഞ്ഞ 100 വർഷത്തെ ആധുനിക ശാസ്ത്രത്തിന്റെ അറിവാണ് ഉള്ളത്. നമ്മുടെ മുമ്പിലുള്ള 180 ഡിഗ്രിയില് കഴിഞ്ഞ 100 വർഷത്തെ ആധുനിക ശാസ്ത്രത്തിന്റെ അറിവാണുള്ളത്. ആ അറിവ് ഉപയോഗിച്ചാണ് ഇപ്പൊ നമ്മള് കിണറ്റിൽ നിന്ന് വെള്ളം ബക്കറ്റ് ഉപയോഗിച്ച് കോരാറില്ല, മോട്ടോർ ഉപയോഗിച്ചിട്ടാണ്. അമ്മിക്കല്ല് ഉപയോഗിച്ച് അരയ്ക്കാറില്ല, മിക്സിയാണ് ഉപയോഗിക്കുക. ആട്ടുകല്ല് ഉപയോഗിച്ച് അരയ്ക്കാറില്ല, വെറ്റ് ഗ്രൈൻഡർ ഉണ്ട്. വിറക് കീറി തീ കത്തിക്കാറില്ല, ഗ്യാസ് ഉണ്ട്. ഒരു ദിവസം ഉണ്ടാക്കിയ സാമ്പാറ് അനാദികാലം സൂക്ഷിച്ചു വെക്കാൻ ഫ്രിഡ്ജുണ്ട്. 186 ചാനലുണ്ട്. അത് മാറ്റാൻ ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കണ്ട, വിശറിയെടുത്ത് വീശണ്ട, ഫാനുണ്ട്. നമ്മുടെ തുണി അലക്കാൻ വേണ്ടി കല്ലെടുക്കണ്ട, വാഷിംഗ് മെഷീനുണ്ട്. റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യാനും ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനും ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനും ഒരു തരത്തിലും റെയിൽവേ സ്റ്റേഷനിലേക്കോ എയർപോർട്ടോ പോകേണ്ട. ഇന്റർനെറ്റ് ഉണ്ട്. ഇലക്ട്രിസിറ്റി ബില്ലടക്കാനും വാട്ടർ ബില്ല് അടക്കാനും LIC പ്രീമിയം അടക്കാനും സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്യാനും ഇന്ന് ഇന്റർനെറ്റ് ഉണ്ട്. മകന്റെ കല്യാണത്തിന് ഒരു പെണ്ണിനെ ഉൾപ്പെടെ ഈവന്റ് മാനേജ്മെന്റിന്റെ കൈ കൊടുത്തു കഴിഞ്ഞാല് സകല 101 കൂട്ടം കറി ഉൾപ്പെടെ കല്യാണമേള നടത്തി തന്നിട്ട് പോകും. മകൾക്ക് വരനെ വേണമെങ്കിൽ അതും കിട്ടും, ചുംബിച്ചത് വേണമെങ്കിൽ ചുംബിച്ചത് കിട്ടും, ചുംബിക്കാത്തത് വേണമെങ്കിൽ ചുംബിക്കാത്തത് കിട്ടും. എല്ലാം. അത് മറൈൻ ഡ്രൈവിൽ പോയത് വേണമെങ്കിൽ അതുണ്ട്, കോഴിക്കോടുള്ളത് വേണമെങ്കിൽ അതുണ്ട്, എല്ലാം കിട്ടും. ഇടയ്ക്ക് ഒരു വരി കൂടി TV-യില് ഒരു സ്ത്രീ പറയുന്ന കേട്ടു, എനിക്ക് എന്റെ ഇഷ്ടമുള്ള ഒരുവനെ ചുംബിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അത് ഒളിഞ്ഞു നോക്കുന്നത് എന്തിനാണ്? അപ്പൊ ഞാൻ അതിന് ഉത്തരം കൊടുത്ത ഇതാണ്: നിങ്ങൾ ചുംബിക്കുകയോ ചുംബിക്കുന്നതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയോ എന്ത് വേണമെങ്കിൽ ചെയ്യാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ള സ്ഥിതിക്ക് എത്തി നോക്കാൻ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതല്ലേ അതിന്റെ സത്യം. അപ്പോ നിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം നമുക്കും ഇല്ലേ ഇവിടെ? അപ്പൊ പിന്നെ വീട്ടിനകത്തിരുന്ന് ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ട് വന്ന് ഞങ്ങൾ നോക്കണില്ല. ഇവിടെ ഇരുന്ന ചെയ്യുന്നതെങ്കിൽ നമുക്കതിന് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോ തിരിച്ചു വിഷയത്തിലേക്ക് വന്നാല്, ഇന്ന് അത്രയും സൗകര്യത്തോടു കൂടി ഇന്റർനെറ്റും എല്ലാം കൂടി ജീവിക്കുന്ന നമ്മള് ഒന്ന് ഓർമ്മിക്കുക, ലോകത്തില് ഹയസ്റ്റ് റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഹാർട്ട് അറ്റാക്ക് കേരളത്തിലാണ്. 623 ദിവസം കൊണ്ട് ബയോകെമിസ്ട്രിയിൽ PhD എടുക്കാൻ ഭാഗ്യം കിട്ടിയ വ്യക്തി എന്നുള്ള നിലയിൽ, അതേ ബയോകെമിസ്ട്രിയിൽ അമേരിക്കയിലും കാനഡയിലും വർക്ക് ചെയ്യാൻ ഭാഗ്യം കിട്ടിയ വ്യക്തി എന്നുള്ള നിലയിൽ പറയുന്നു, ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് റേറ്റ് കേരളത്തിലാണ്. മിനിഞ്ഞാന്ന് രാവിലെ തിരുവനന്തപുരത്ത് RCCയിലേക്ക് പോകേണ്ട ഒരു ഗതികേട് എനിക്ക് വന്നു. RCCയിൽ നിങ്ങൾ തിരുവനന്തപുരത്ത് വരികയാണെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രം കണ്ടില്ലെങ്കിലും വിരോധമില്ല, ഒന്ന് RCC പോണം. അവിടെയുള്ള മുറിക്കകത്ത് ഈ ഹാളിൽ ഇരിക്കുന്ന പോലെയാണ് രോഗികള് ഇരിക്കുന്നത്. ലോകത്തിൽ ഹയസ്റ്റ് റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ക്യാൻസർ കേരളത്തില്, ഹാർട്ട് അറ്റാക്ക് കേരളത്തില്, ക്യാൻസർ കേരളത്തില്, സൈക്കോസൊമാറ്റിക് ഡിസീസ് കേരളത്തില്, ഡയബറ്റിക്സ് കേരളത്തില്, ബ്ലഡ് പ്രഷർ കേരളത്തില്, അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലും മനസ്സിലും തിങ്ങി നിറഞ്ഞ അസുഖങ്ങൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലാണെന്ന് അറിഞ്ഞ് ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജുകാരും പറഞ്ഞത്, കേരളം ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ്. കേരളം ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ്. അത് രണ്ട് കൈയും രണ്ട് വശത്തേക്ക് നീട്ടിയാല് മുമ്പിലുള്ള ഈ 180 ഡിഗ്രിയിലെ ആധുനിക ലോകത്തിലെ അറിവ് മാത്രം സ്വീകരിച്ച് ജീവിച്ചത് കൊണ്ട് പറ്റിയ അബദ്ധം. അതുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ പുറകിലും ഒരു 180 ഡിഗ്രി ഉണ്ട്. കൈ നിവർത്തിയാല്
പുറകിലൊരു 180 ഡിഗ്രി ഉണ്ട്. അത് കഴിഞ്ഞ 10,000 വർഷത്തെ അനുഭവത്തിന്റെ അറിവാണ്. കഴിഞ്ഞ 10,000 വർഷത്തെ 10,000 ഡിവൈഡഡ് ബൈ 20, 500 തലമുറകളുടെ അനുഭവത്തിന്റെ അറിവാണ് പുറകിലുള്ളത്. എനിക്ക് നിങ്ങളോട് തൊഴുതുകൊണ്ട് പറയാനുള്ളത്, ആധുനികമായ എല്ലാം നിങ്ങൾ ഉപയോഗിക്കാം. എല്ലാം ഉപയോഗിക്കുമ്പോൾ, ആധുനികമായ ലോകത്തിലെ എല്ലാ നന്മകളും ഉപയോഗിക്കുമ്പോൾ പുറകിലുള്ള നന്മകൾ കൂടി ഇതിന്റെ കൂട്ടത്തിൽ ചേർത്താൽ ആധുനിക തിന്മകള് ഇല്ലാതെയാക്കാൻ സാധിക്കും. പുറകിലുള്ള നന്മകള് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് ചേർത്താല് നമ്മളുടെ ജീവിതത്തെ ധന്യമാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഞാൻ ദൈവദശകത്തിലേക്ക് കടക്കാം. ശ്രീനാരായണ ഗുരുദേവൻ അതിഗംഭീരമായിട്ട് എഴുതിയിരിക്കുന്ന ആ ദൈവദശകത്തില് ശരിക്ക് മനസ്സിലാക്കാനുള്ളത് സമഗ്രമായ മാനവരാശിയുടെ പ്രാർത്ഥന. പ്രാർത്ഥന എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പ്രകർഷേണ യത് അർത്ഥയതി തത് പ്രാർത്ഥന. ഇംഗ്ലീഷില് ഗ്ലോറിയസ്ലി വാട്ട് എവർ യു ആർ ആസ്കിങ്. അതാണ് ചൈതന്യവത്തായി ദൈവത്തോട് അപേക്ഷിക്കുന്നതിനെ പറയുന്ന പേരാണ് പ്രാർത്ഥന. ചൈതന്യവത്തായി ദൈവത്തോട് അപേക്ഷിക്കുന്ന വാക്കിന്റെ അർത്ഥമാണ് പ്രാർത്ഥന എന്ന വാക്ക്. അപ്പോ തുടക്കത്തിൽ ഗുരുദേവൻ, നീ ദൈവവും ഞാൻ നിന്റേതായ സൃഷ്ടിയും. അപ്പൊ ഞാൻ ജീവാത്മാവിന്റെ അവകാശി, നീ പരമാത്മാവിന്റെ അവകാശി. നീ പരമാത്മാവ്, ഞാൻ ജീവാത്മാവ്. അപ്പോ ഈ ജീവാത്മാവ് എന്റെ ശരീരത്തിൽ നിലനിൽക്കുന്നു. ആ ജീവാത്മാവ് നിലനിൽക്കുന്നിടത്തോളം കാലം എന്റെ ശരീരവും നിലനിൽക്കും. അതുകൊണ്ട് അവിടത്തെ പരമാത്മാവിന്റെ അംശമായ ഈ ജീവാത്മാവ് വഹിക്കുന്ന ഈ ശരീരത്തെ അങ്ങ് കാത്തുകൊള്ളണം. അങ്ങയുടെ പ്രോഡക്റ്റാണ് ഇത്. അങ്ങാണ് എന്റെ ശരീരത്തിന്റെ ഉടമസ്ഥൻ. അപ്പൊ അങ്ങയുടെ പ്രോഡക്റ്റായ എന്നെ ദൈവമേ കാത്തുകൊള്ളുക അങ്ങ്. ഈ ഭൂമിയില് 85 വയസ്സുവരെ ജീവിക്കുന്ന നമ്മള്, 26,000-ഓളം ദിവസം ജീവിക്കുന്ന നമ്മള്, 1 ബില്യൺ സെക്കൻഡ് മാത്രം ജീവിക്കുന്ന നമ്മള്, ജനനം മുതൽക്ക് മരണം വരെ നമ്മളൊരു യാത്രയാണ്. ജനനം മുതൽക്ക് മരണം വരെ ഒരു യാത്ര. എങ്ങോട്ടാ യാത്ര? ശ്മശാനത്തിലേക്കുള്ള യാത്ര. ഇപ്പൊ ടി.എസ്. എലിയട്ട് എന്ന ഇംഗ്ലീഷ് മഹാകവി പറയാറുള്ളത്, എവ്രി ബ്രത്ത് ഈസ് ടേക്കിംഗ് യു ടുവേർഡ്സ് ഗ്രേവ്യാർഡ്. എവ്രി ബ്രത്ത്, ഓരോ ശ്വാസോച്ഛ്വാസവും നിങ്ങളെ ശ്മശാനത്തിലേക്ക് നയിക്കുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ദിവസം നിങ്ങൾ ആരും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. അടുത്ത നൂറ്റാണ്ടിൽ ഈ ദിവസവും നിങ്ങൾ ആരും ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുകയില്ല. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനത്തിൽ നിന്ന് മാലയൊക്കെ മേടിച്ചിട്ട് നടന്നാലും നിങ്ങളെല്ലാവരും ഒന്നില്ലെങ്കിൽ ചത്തുപോകും, അല്ലെങ്കിൽ മരിച്ചു പോകും. അപ്പൊ ഓർമ്മിക്കാനുള്ളത്, വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പടുത്തതും പറ്റിച്ചെടുത്തതും തട്ടിപ്പറിച്ചതും തിരിച്ചു പോകുമ്പോ കൊണ്ടുപോവില്ല. ഈ ലോകത്തിൽ പെർമനന്റ് ആയിട്ടൊന്നുമില്ല. എല്ലാം ടെമ്പററി ആണ് എന്നുള്ളത് മാത്രമേ പെർമനന്റ് ആയിട്ടുള്ളൂ. അർത്ഥം മനസ്സിലായി? എവ്രിതിങ് ഈസ് ടെമ്പററി, ദാറ്റ് ഈസ് ദ ഓൺലി പെർമനന്റ് തിങ്. അങ്ങനെ ഈ ഭൂമിയില് 16 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളിൽ ഒരു ജന്തുവായി, 4 ലക്ഷം തരത്തിലുള്ള സസ്യങ്ങളിൽ കുറെ സസ്യങ്ങൾ തിന്ന്, 80,000 തരത്തിലുള്ള വൃക്ഷങ്ങളുടെയും 4 ലക്ഷം തരത്തിലുള്ള സസ്യങ്ങളുടെയും 16 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളിലും ഒരു ജന്തുവായി ജീവിക്കുന്ന ഈ ഗോപാലകൃഷ്ണനെ നിങ്ങളെ ഈശ്വര അങ്ങ് കാത്തുകൊള്ളുക. അപ്പോ എന്ത് നല്ല വരിയാന്ന് നോക്കാം. അർത്ഥം അറിഞ്ഞു വേണം അല്ലേ? ദൈവമേ കൈതോഴാം
കേൾക്കുമാറാകണം. പാവമാമെന്നെ നീ കാക്കുമാറാകണം. ദുഷ്ടസംസർഗം വരാതെയായിടണം. ശിഷ്ടരായുള്ളവർ തോഴരായിടണം. അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഞാൻ അർത്ഥം വിവരിച്ചില്ലല്ലോ. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഇത് തന്നെ ചൊല്ലിന്ന് വിചാരിക്കാം. ദൈവമേ കൈ തൊഴാൻ കേൾക്കുമാറാകണം. ഭാവമാമെന്നെ നീ കാക്കുമാറാകണം. ദുഷ്ട സംസർഗം വരാതെയായിടണം. ശിഷ്ടരായുള്ളവർ തോഴരായിരിക്കണം. എന്നുള്ളിൽ ഭക്തി ഉണ്ടാക്കുമാകണം. പിന്നെ ഞാൻ എന്നും പറയുന്നത് ഉൾക്കൊള്ളുന്നില്ല. ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, ദൈവമേ കാത്തുകൊള്ളുക, അങ്ങ് കൈവിടാതിങ്ങോ ഞങ്ങളെ. നാവികൻ നീ നാവികൻ. ഭവാബ്ദിക്ക് സംസാര സാഗരത്തില് ഞങ്ങള് ഈ അറ്റത്ത് നിന്ന് ആ അറ്റത്തിലേക്ക് നീങ്ങുമ്പോൾ സമയമാം രഥത്തിൽ ഞങ്ങള് നരകയാത്ര ചെയ്യുന്നു എന്ന് ക്രിസ്ത്യാനികൾ പാടുന്ന മാതിരി ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള യാത്ര അതൊരു സംസാര സാഗരത്തില് ഒരു ദിവസം 23,080 പ്രാവശ്യം ശ്വാസോച്ഛ്വാസം വിട്ടുകൊണ്ട് 23,080 ടൈംസ് ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ട് ഒരു യാത്രയില് നിൻ പദം, രണ്ടർത്ഥമുണ്ട് അതിന്. കുറേ പുസ്തകങ്ങളില് നിന്റെ പാതാരവിന്ദം, നിന്റെ കാല് ഞങ്ങൾക്ക് തുണയായിരിക്കും. വേറൊരർത്ഥവും കൂടി അതിനുണ്ട്. എന്താ അറിയോ? പദം എന്ന വാക്കിന് വേറൊരർത്ഥം നിന്റെ പേര്, വാക്ക്, നിന്റെ നാമം, നിന്റെ കീർത്തനം. നിന്റെ പേര്, നിന്റെ നാമം, നിന്റെ കീർത്തനം, അതുപോലെ തന്നെ നിന്റെ കാല്, നിന്റെ കാൽപ്പാടം ഞങ്ങൾക്ക് എന്നും ഒരു നാവികനെ പോലെ നീയ് ഞങ്ങൾക്ക് ഈ സംസാര സാഗരത്തില് ജീവിക്കുമ്പോൾ തുണയായിരിക്കണം. ശരിക്ക് നിങ്ങൾ ഇന്നും